നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൂത്താട്ടുകുളം കാനറ ബാങ്കിലെ മുക്കുപണ്ട പണയ തട്ടിപ്പ്. 3 പേർ പോലീസ് പിടിയിൽ. പോലീസ് ഉദ്യോഗസ്ഥനുൾപ്പെടെ മറ്റ് 4 പേർ ഒളിവിൽ. കാനറ ബാങ്കിലും പോലീസിന്റെ അന്വേഷണം. ശബരിമല തീർത്ഥാടന കാലത്തിന് 2 ആഴ്ച ബാക്കി നിൽക്കെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിൽ വകുപ്പുകൾ. ചില വകുപ്പുകളിൽ ഇനിയും ഒരുക്കങ്ങളായിട്ടില്ലെന്നും ആക്ഷേപം. ചങ്ങനാശ്ശേരി എക്സൈസ് ഓഫീസിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് മാസം 1 കഴിയാറായിട്ടും പുതിയ കെട്ടിടത്തിലേക്ക് മാറാനാവാതെ എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥരും ജീവനക്കാരും കുഴയുന്നു. പുതിയ കെട്ടിടത്തിന്റെ പണി കഴിഞ്ഞെങ്കിലും ഉള്ളിൽ ഓഫീസ് പ്രവർത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. കൂത്താട്ടുകുളം കാനറ ബാങ്കിലെ മുക്കുപണ്ട പണയ തട്ടിപ്പ് 3 പേർ പോലീസ് പിടിയിലായി. പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ മറ്റ് 4 പേർ ഒളിവിലാണ്. കാനറ ബാങ്കിലും പോലീസിന്റെ അന്വേഷണം നടന്നു. വെളിയന്നൂർ സ്വദേശികളായ KR രഞ്ജിത്ത്, കണ്ണൻകോട്ടിൽ സുരേഷ് കുമാർ, കൂത്താട്ടുകുളം സ്വദേശി അനൂപ് എന്നിവരാണ് പോലീസ് പിടിയിലായത്. കാനറ ബാങ്കിന്റെ കൂത്താട്ടുകുളം ശാഖയിൽ ആഴ്ചകൾക്ക് മുമ്പ് നടന്ന തട്ടിപ്പ് സംബന്ധിച്ച് ബാങ്ക് അധികൃതർ നൽകിയ പരാതിയെ തുടർന്നാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. മുക്കുപണ്ടം പണയ തട്ടിപ്പ് ബാങ്ക് അധികൃതർ നേരത്തെ കണ്ടെത്തിയെങ്കിലും പോലീസിൽ പരാതി നൽകിയിരുന്നില്ല. മുക്കുപണ്ടം പണയം വെച്ചവരെ കണ്ടെത്തി പണം ഈടാക്കുന്നതിനുള്ള ശ്രമത്തിലായിരുന്നു. എന്നാൽ ബാങ്ക് അധികൃതർ പരാതി നൽകിയതിനെ തുടർന്ന് ബാങ്ക് മാനേജറുടെ മൊഴിയെടുക്കൽ നടത്തി. കാനറ ബാങ്ക് കൂത്താട്ടുകുളം ശാഖയിലെ അപ്രൈസർ രഞ്ജിത്തിന്റെ സഹായത്തോടെ നിരവധി പേരാണ് മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. പോലീസ് ഉദ്യോഗസ്ഥൻ കൂടി ഉൾപ്പെട്ട 7 സംഘമാണ് തട്ടിപ്പിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തി. ബാങ്കിന് 29,31,000 രൂപയുടെ നഷ്ടം വരുത്തിയതായി ബാങ്ക് മാനേജർ കൂത്താട്ടുകുളം പോലീസിൽ മൊഴി നൽകിയിരുന്നു. മുക്കുപണ്ട പണയ തട്ടിപ്പ് സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യം രഹസ്യാന്വേഷണ പോലീസ് വിഭാഗവും മാധ്യമപ്രവർത്തകരുമാണ് ബാങ്കിലെത്തിയത്. എന്നാൽ ബാങ്ക് അധികൃതർ സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായില്ല. പോലീസിൽ പരാതികൾ നൽകാനും കൂട്ടാക്കിയില്ല. തട്ടിപ്പ് നടത്തിയവരുമായി ബാങ്ക് അധികൃതർ ബന്ധപ്പെട്ട് പല തവണകളായി തുക ഈടാക്കാൻ ശ്രമം നടത്തി. അപ്രൈസറുടെ വീട്ടിൽ ബാങ്ക് അധികൃതർ പലതവണ എത്തി. പകലും രാത്രിയുമായി വീട്ടിൽ കയറിയിറങ്ങി തുക ഈടാക്കാൻ ശ്രമം നടത്തി. 29 ലക്ഷത്തോളം രൂപ ഇപ്രകാരം തിരിച്ചു ലഭിച്ചതായിട്ടാണ് പ്രാഥമിക വിവരം. സംസ്ഥാനത്ത് മുക്കുപണ്ട പണയ തട്ടിപ്പ് നടത്തുന്ന സംഘത്തെ സംബന്ധിച്ച് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇരകളെ കണ്ടെത്തി ബാങ്കുകളിലെ അപ്രൈസർമാർ വഴിയാണ് തട്ടിപ്പ് നടത്തുന്നതെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. പോലീസ് അന്വേഷണവുമായി എത്തുമ്പോൾ ബാങ്ക് അധികൃതർ സഹകരിക്കാതെയിരിക്കും. കാരണം ഉദ്യോഗസ്ഥരുടെ ജോലിയെയും പ്രമോഷനെയും ബാധിക്കുമെന്നതാണ് കാരണം. ഇത്തരം സംഭവങ്ങളിൽ ബാങ്ക് ജീവനക്കാരുടെ സംഘടനകൾ ഉൾപ്പെടുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കൂത്താട്ടുകുളം കാനറ ബാങ്കിലും ഉദ്യോഗസ്ഥരുടെ സംഘമെത്തിയിരുന്നു. പിറവം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ സംഭവത്തിൽ ഉൾപ്പെട്ടതിനാൽ പോലീസിന്റെ അന്വേഷണത്തിനും തടസ്സമുണ്ടായതായി ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, കൂത്താട്ടുകുളം. ശബരിമല തീർത്ഥാടനത്തിന് 2 ആഴ്ച മാത്രം ബാക്കി. 16-നാണ് മണ്ഡലകാലം തുടങ്ങുന്നത്. അതിനു മുമ്പ് ഒരുക്കങ്ങൾ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് വകുപ്പുകൾ. അതേസമയം ചില വകുപ്പുകളിൽ ഇനിയും ഒരുക്കങ്ങൾ ആയിട്ടില്ല. അയ്യപ്പ ഭക്തർ എരുമേലിയിൽ നിന്നും ശബരിമലയ്ക്ക് കാൽനടയായി സഞ്ചരിക്കുന്ന പരമ്പരാഗത കാനനപാത തെളിക്കുന്ന ജോലികൾ ഉൾപ്പെടെ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് ടെൻഡർ നൽകി കരാറായി. 10 ലക്ഷം രൂപയാണ് ടെൻഡർ തുക. പാതയിലെ കാട് തെളിക്കൽ, വനത്തിലെ തടയണകളുടെ നിർമ്മാണം, വഴി ദുർഘടമായ ഭാഗങ്ങളിലും മഴയിൽ ചെളിയിൽ നിറയുന്ന വഴിത്താരയിലും കല്ലുകൾ പാകി നിരത്തി ഉറപ്പിക്കൽ, വഴുക്കലുള്ള ഭാഗങ്ങളിൽ സുരക്ഷാവേലികൾ സ്ഥാപിക്കൽ, പാമ്പുപിടുത്ത സംഘത്തിനും ആനകളെ മാറ്റുന്ന സ്ക്വാഡിനും വാഹന സൌകര്യം നൽകൽ ഉൾപ്പെടെ പ്രവൃത്തികളാണ് 10 ലക്ഷം ചെലവിടുന്ന ഇനമായി ടെൻഡർ ചെയ്ത് നൽകിയിരിക്കുന്നത്. ടെൻഡർ പ്രകാരം ഇന്നലെ കരാറായി. മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുമ്പ് കാട് തെളിക്കൽ ജോലി ഉൾപ്പെടെ വഴിയൊരുക്കൽ പണികൾ പൂർത്തിയാക്കണമെന്നാണ് കരാർ വ്യവസ്ഥ. വന്യമൃഗ സാന്നിധ്യം മുൻനിർത്തി കാനനപാതയിൽ ഇത്തവണയും രാത്രിയിൽ നിരോധനവും പകൽ സമയത്ത് പ്രവേശന നിയന്ത്രണവും തുടരുമെന്ന് എരുമേലി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഹരിലാൽ പറഞ്ഞു. രാവിലെ 6 മുതൽ വൈകുന്നേരം 5 വരെയാണ് യാത്രയ്ക്ക് അനുമതി. വന്യമൃഗ സാന്നിധ്യം മനസ്സിലാക്കുന്നതിനും മുന്നറിയിപ്പും മുൻകരുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ സ്വീകരിക്കുന്നതിനും വനം വകുപ്പിന്റെ സ്ക്വാഡ് ടീമിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. രാത്രിയിൽ യാത്രാ നിരോധനമുള്ളതിനാൽ പാതയിലെ ഇടത്താവളങ്ങളിലാണ് ഭക്തർ കഴിയേണ്ടത്. തിരക്കേറുന്ന ദിവസങ്ങളിൽ 100 കണക്കിന് ഭക്തർ തങ്ങുമെന്നതിനാൽ ആവശ്യമായ ശുചിമുറികൾ ഒരുക്കിയിട്ടില്ലാത്തത് കഴിഞ്ഞ സീസണുകളിലെ പോലെ ഇത്തവണയും ദുരിതങ്ങൾ സൃഷ്ടിക്കും. കുടിവെള്ള വിതരണ സംവിധാനവും പരിമിതമാണ്.
എരുമേലിയിൽ പേരൂർത്തോട് മുതലാണ് കാനനപാത തുടങ്ങുന്നതെങ്കിലും വനപാത ആരംഭിക്കുന്നത് കോയിക്കക്കാവ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് മുതലാണ്. തുടർന്ന് കാളകെട്ടി ക്ഷേത്രത്തിലെത്തുന്നത് വരെ 8 കിലോമീറ്റർ ദൂരം വനത്തിലൂടെയാണ് സഞ്ചരിക്കേണ്ടത്. വഴിയിൽ ഇത്തവണയും ഓക്സിജൻ പാർലർ സജ്ജമാക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കാളകെട്ടിയിൽ ആരോഗ്യവകുപ്പിന്റെ ചികിത്സാ കേന്ദ്രം തുറക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഡോക്ടർമാരുടെ സേവനം സംബന്ധിച്ച് ഉറപ്പ് ലഭിച്ചിട്ടില്ല. കാളകെട്ടി ക്ഷേത്രം കഴിഞ്ഞ് തൊട്ടടുത്തുള്ള അഴുത ഇടത്താവളത്തിലും ചികിത്സയ്ക്ക് സൌകര്യമൊരുക്കിയിട്ടില്ല. അഴുത നദിപ്പാതയിലൂടെ കടന്ന് തുടർന്ന് പൂർണ്ണമായും വനത്തിലൂടെയാണ് യാത്ര ചെയ്യേണ്ടത്. പാമ്പ് ഉൾപ്പെടെ ഇഴജന്തുക്കൾ കടിച്ചുള്ള ആക്രമണം മൂലം മുൻകാല സീസണുകളിൽ നിരവധി പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഈ അപകടങ്ങളിൽപ്പെട്ട് വൈദ്യസഹായം ലഭ്യമായാലാണ് മരണം ഒഴിവാക്കുക. എന്നാൽ തൊട്ടടുത്തുള്ള ഇടത്താവളമായ കാളകെട്ടി, അഴുത എന്നിവിടങ്ങളിൽ ഇതിനുള്ള ചികിത്സ ലഭ്യമല്ല. എരുമേലി ആശുപത്രിയിൽ എത്തിക്കാൻ വാഹനം കിട്ടാനും താമസം നേരിടുന്നു. വിഷബാധ പ്രതിരോധിക്കാനുള്ള ആന്റിവനം എരുമേലി ആശുപത്രിയിൽ ഇത്തവണ ലഭ്യമാക്കുമെന്ന് അധികൃതർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ പെട്ടെന്ന് ചികിത്സ ലഭിക്കാൻ സൌകര്യമില്ലാത്തത് മരണം സംഭവിക്കാൻ സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. ദൃശ്യ ന്യൂസ്, എരുമേലി. ചങ്ങനാശ്ശേരി എക്സൈസ് ഓഫീസിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ മാസം 1 കഴിയാറായിട്ടും പുതിയ കെട്ടിടത്തിലേക്ക് മാറാനാവാതെ എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥരും ജീവനക്കാരും കുഴയുന്നു. പുതിയ കെട്ടിടത്തിന്റെ പണി കഴിഞ്ഞെങ്കിലും ഉള്ളിൽ ഓഫീസ് പ്രവർത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇതോടെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഓഫീസ് അസൗകര്യങ്ങൾക്ക് നടുവിൽ വീർപ്പുമുട്ടുകയാണ്. ചങ്ങനാശ്ശേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറുടെയും സർക്കിൾ ഇൻസ്പെക്ടറുടെയും കാര്യാലയങ്ങൾക്കായി വലിയ കെട്ടിട സമുച്ചയം പണിതീർത്ത് ഉദ്ഘാടനവും കഴിഞ്ഞ് മാസം 1 പുതിയ കെട്ടിടത്തിലേക്ക് മാറാനാവാതെ എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥരും ജീവനക്കാരും പ്രതിസന്ധിയിലാണ്. പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തപ്പോൾ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചെന്ന് കരുതിയതാണ്. എന്നാൽ ഓഫീസ് പ്രവർത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇതോടെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഓഫീസ് അസൗകര്യങ്ങൾക്ക് നടുവിൽ വീർപ്പുമുട്ടുകയാണ്. റേഞ്ച് ഓഫീസിൽ 4 വനിതകളടക്കം 24 പേരും സർക്കിൾ ഓഫീസിൽ 1 വനിതയടക്കം 10 പേരുമാണ് ജോലി ചെയ്യുന്നത്. വനിതകൾക്ക് വേണ്ട പ്രാഥമിക സൗകര്യങ്ങൾ പോലും വാടക കെട്ടിടത്തിലില്ല. പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുക കൂടി ചെയ്തതോടെ ഇനി മുതൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ വാടക അനുവദിക്കുമോ എന്ന ഭയത്തിലാണ് ഉദ്യോഗസ്ഥർ. വാടക ലഭിക്കാതെ വന്നാൽ അത് ജീവനക്കാരുടെ ബാധ്യതയായി തീരും. ഇതൊക്കെ കാണിച്ച് മേലധികാരികൾക്ക് കത്തയച്ചിട്ടും പ്രതികരണമില്ലെന്നാണ് ജീവനക്കാർ പറയുന്നത്. പണമില്ലാത്തതല്ല, കരാറുകാരൻ പണി താമസിപ്പിക്കുന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ജീവനക്കാർ പറയുന്നത്. ഇപ്പോൾ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് പുറത്ത് കാടും പടലും നിറഞ്ഞു നിൽക്കുകയാണ്. ഇതിന്റെ ഉള്ളിലാണ് തൊണ്ടിയായി പിടിച്ചെടുത്ത വാഹനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. വാടക കെട്ടിടത്തിൽ ഇൻസ്പെക്ടർമാരുടെ ഓഫീസ് മുറിയിൽ ഉൾപ്പെടെയാണ് തൊണ്ടിമുതലുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. എക്സൈസ് ഓഫീസുകളിൽ ലഹരി വിമുക്തി പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിമുക്തി കൗൺസിലിംഗ് സെന്റർ വേണമെന്നാണ് നിയമം. എന്നാൽ സൗകര്യമില്ലാതെ പ്രവർത്തിക്കുന്ന വാടക കെട്ടിടത്തിൽ ഇതെങ്ങനെ പ്രവർത്തിക്കുമെന്നാണ് ജീവനക്കാർ ചോദിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. ചേലച്ചുവട് വണ്ണപ്പുറം റോഡ് BMBC നിലവാരത്തിലേക്ക് ഉയർത്തിയ ഇടുക്കി MLA റോഷി അഗസ്റ്റിന് അഭിവാദ്യം അർപ്പിച്ച് LDF കഞ്ഞിക്കുഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഭിവാദ്യ പ്രകടനം നടത്തി. കഞ്ഞിക്കുഴി LDF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്ന അഭിവാദ്യ പ്രകടനത്തിന് CPIM ഏരിയ കമ്മിറ്റി അംഗം സിബി പെന്താനം നേതൃത്വം നൽകി. ചേലച്ചുവട് വണ്ണപ്പുറം റോഡ് BMBC നിലവാരത്തിലേക്ക് ഉയർത്താൻ പ്രയത്നിച്ച ഇടുക്കി MLAയും ജലവിഭവ വകുപ്പ് മന്ത്രിയുമായ റോഷി അഗസ്റ്റിന് അഭിവാദ്യമർപ്പിച്ചാണ് LDF പ്രവർത്തകർ പ്രകടനം നടത്തിയത്. കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് മൈതാനിൽ നിന്ന് ആരംഭിച്ച അഭിവാദ്യ പ്രകടനം ടൗൺ ചുറ്റി സെന്റർ ജംഗ്ഷനിൽ സമാപിച്ചു. പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് 6 പതിറ്റാണ്ടായി കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ വികസനങ്ങൾക്ക് നന്ദി കുറിച്ചുകൊണ്ടും ഇടുക്കി ജില്ലയിലെ ടൂറിസം രംഗത്തും അതോടൊപ്പം തന്നെ മറ്റ് ചികിത്സാ രംഗത്തുമെല്ലാം വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി വണ്ണപ്പുറം ചേലച്ചുവട് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുമ്പോൾ സംഭവിക്കുന്നത് ഏതാണ്ട് 10,000-കണക്കിന് കുടിയേറ്റ കർഷകൻ അധിവസിക്കുന്ന അവന്റെ ഭൂമിക്ക് നിലനിൽപ്പിനും അതോടൊപ്പം തന്നെ അവന്റെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ഇടുക്കി ജില്ലയിലെ ടൂറിസം രംഗത്തും മറ്റ് അടിസ്ഥാന മേഖലയിലും ഈ റോഡിന്റെ നിർമ്മാണം ഏറ്റവും ത്വരിതഗതിയിൽ നടത്തി വലിയ പുരോഗതി ഉണ്ടാകുമെന്നും അതിനാൽ ഈ പരിപാടികൾക്ക് LDF നേതാക്കളായ ജോഷി മാത്യു, സിബി പേന്താനം, കണ്ണൻ പട്ടയക്കുടി, ഗിരീഷ് ആറുകണ്ടം, സ്നേഹ ബിനു, എബിൻ ജോസഫ് എന്നിവരും LDF ത്രിതല പഞ്ചായത്ത് മെമ്പർമാരും പരിപാടിയിൽ പങ്കെടുത്തു. ദൃശ്യ ന്യൂസ്, ഇടുക്കി. ശബരിമല മണ്ഡലകാലത്തിന്റെ ആദ്യഘട്ടത്തിൽ കോട്ടയത്ത് നിന്നും 50 സ്പെഷ്യൽ ബസ്സുകൾ എരുമേലി പമ്പ റൂട്ടിൽ സർവീസ് നടത്തും.
17-നാണ് ശബരിമല നട തുറക്കുന്നതെങ്കിലും വ്യാപാരികളുടെയും മറ്റും സൗകര്യാർത്ഥം 15-ന് ആദ്യ ബസ് പമ്പയിലേക്ക് പോകും. ഡ്രൈവറും കണ്ടക്ടറും ഉൾപ്പെടെയാണ് വിവിധ ഡിപ്പോകളിൽ നിന്നും ബസ്സുകൾ കോട്ടയത്ത് എത്തുന്നത്. റെയിൽവേ സ്റ്റേഷന് മുന്നിൽ എരുമേലിക്കും പമ്പയ്ക്കും പുറപ്പെടാൻ പാകത്തിൽ എപ്പോഴും 2 ബസ്സുകൾ പാർക്ക് ചെയ്യാൻ റെയിൽവേ അനുവദിച്ചിട്ടുണ്ട്. കൂടാതെ കോട്ടയം ജില്ലാ ജയിൽ മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള റോഡുകളിൽ 10 ബസ്സുകൾ പാർക്ക് ചെയ്യും. മകരവിളക്ക് വാരത്തിൽ അധികമായി 20 ബസ്സുകൾ കൂടി കോട്ടയത്തെത്തും. ടിക്കറ്റ് നിരക്കിൽ ഇക്കൊല്ലവും മാറ്റമില്ല. ശബരിമല തീർത്ഥാടകരല്ലാത്തവർക്കും സ്പെഷ്യൽ ബസ്സിൽ യാത്ര ചെയ്യാം. പ്രധാന സ്റ്റോപ്പുകളിൽ മാത്രമേ നിർത്തുകയുള്ളൂ. ഏറ്റുമാനൂർ അമ്പലത്തിൽ ദീപാരാധനയ്ക്ക് ശേഷം ദിവസവും ഒരു സ്പെഷ്യൽ ബസ് പമ്പയിലേക്ക് സർവീസ് നടത്തും. തീർത്ഥാടകർ ആവശ്യപ്പെട്ടാൽ ഇടത്താവളങ്ങളിലെത്തിയും ആളെടുക്കും. 45 തീർത്ഥാടകരുടെ ടീം ആവശ്യപ്പെട്ടാൽ അതാത് സ്ഥലങ്ങളിൽ പോയി സർവീസ് നടത്താനും ക്രമീകരണമുണ്ട്. ചങ്ങനാശ്ശേരി നഗരസഭയിൽ AC റോഡിൽ നിന്നും ആരംഭിച്ച് ശാസ്താംവട്ടം റോഡിൽ അവസാനിക്കുന്ന നവീകരിച്ച ആവണി റോഡ് ജോബ് മൈക്കിൾ MLA ഉദ്ഘാടനം ചെയ്തു. ₹14 ലക്ഷം MLA ഫണ്ടിൽ നിന്നും 24 ലക്ഷം രൂപ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും ഓട നവീകരണത്തിനായി നഗരസഭയുടെ 4 ലക്ഷം രൂപയും ഉൾപ്പെടെ 42 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡിൻ്റെ നവീകരണം പൂർത്തീകരിച്ചത്. നഗരസഭാ ഉപാധ്യക്ഷൻ മാത്യൂസ് ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA നിസാർ, കൗൺസിലർ സ്മിത സുരേഷ്, CPM ടൗൺ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി MR ഫസിൽ, പ്രേംചന്ദ് മാവേലി, സലീം മുല്ലശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. ഇപ്പം വന്നാൽ നമ്മൾക്ക് പെരുന്നാൾ റെസ്റ്റോറന്റിലേക്ക് ചെല്ലാതെ ഈ റോഡിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് ചങ്ങനാശ്ശേരി കവലയിലേക്ക് വളരെ സുഖമായിട്ട് എത്താൻ പറ്റും. അപ്പൊ ഇത് ചെറിയൊരു കാര്യമല്ല. സാധാരണ എനിക്ക് മുമ്പുള്ള MLA-മാര് 2 ലക്ഷം 4 ലക്ഷം രൂപയൊക്കെയാണ് ഓരോ റോഡിൽ വെച്ചുകൊണ്ടിരുന്നത്. അതെല്ലാം മാറി പ്രിയപ്പെട്ട സ്മിത വന്നപ്പോഴാണേലും നിസ്സാർ വന്നപ്പോഴാണേലും ഞാൻ ചോദിച്ചു ഈ റോഡിന് എത്ര രൂപ ചെലവാകും. ആദ്യം ഞാൻ 14 ലക്ഷം രൂപ വെച്ചു. അതിനുശേഷം നിസ്സാർ വന്ന് വീണ്ടും ആവശ്യപ്പെട്ടു. നിസ്സാറിനോട് ഞാൻ പറഞ്ഞു ഈ റോഡ് മൊത്തത്തോടെ ചെയ്ത് എത്ര രൂപയാവും? സാർ പറഞ്ഞു ഒരു 25 ലക്ഷം രൂപയെങ്കിലും വേണം. 25 ലക്ഷം രൂപ വെച്ചു. അങ്ങനെ 25ഉം 10 35ഉം 4 39 ലക്ഷം രൂപ ഈ റോഡിന് വേണ്ടി തന്നെ കൊടുത്തു. അപ്പം നെയ്യപ്പം തിന്നാൽ 2 ഗുണം എന്ന് പറയുന്ന പോലെ വയറും നിറയും മീശ മിനിക്കാം എന്ന് പറയുന്ന പോലാണ് 2 പേർക്കും പ്രയോജനപ്പെട്ടു. അത് കൂടുതലായിട്ട് ഇവിടെ ജനങ്ങൾക്ക് പ്രയോജനപ്പെട്ടു. അപകടത്തിലായ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന എരുമേലിയിലെ KSRTC ഓപ്പറേറ്റിംഗ് സെന്റർ തൊട്ടടുത്തുള്ള ദേവസ്വം ബോർഡിൻ്റെ 2 മുറികളിലേക്ക് പ്രവർത്തനം മാറ്റാൻ ധാരണ. ഇന്നലെ നടന്ന ശബരിമല തീർത്ഥാടന മുന്നൊരുക്ക അവലോകന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് ധാരണയായത്. മുറികൾ വിട്ടുകിട്ടാൻ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ MLA കത്ത് നൽകി ഗതാഗത വകുപ്പ് മന്ത്രി മുഖേന ദേവസ്വം ബോർഡിൽ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഈ മുറികൾ ദേവസ്വം ബോർഡ് ലേലം ചെയ്ത് കച്ചവട ആവശ്യത്തിന് നൽകിയിരുന്നു. ഇക്കാര്യം യോഗത്തിൽ അവതരിപ്പിച്ച MLA മുറികൾ കിട്ടിയില്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സെന്റർ എരുമേലിയിൽ പൂട്ടുന്ന സാഹചര്യമാണുള്ളതെന്ന് പറഞ്ഞു. ഇതോടെ യോഗത്തിൽ പങ്കെടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PN പ്രശാന്ത് മുറികൾ വിട്ടു നൽകാൻ ദേവസ്വം കമ്മീഷണർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. ഓപ്പറേറ്റിംഗ് സെന്ററിന് മുന്നിൽ കുണ്ടും കുഴിയും നിറഞ്ഞ സ്റ്റാൻഡും ബസ് പാർക്കിംഗ് സ്ഥലവും ടാർ ചെയ്യുമെന്ന് പഞ്ചായത്ത് അധികൃതർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് MLA പറഞ്ഞു. നിലവിൽ ഓപ്പറേറ്റിംഗ് സെന്ററിന്റെ സ്ഥലം സംബന്ധിച്ച ഉടമസ്ഥാവകാശ തർക്കം കോടതിയിൽ നിലനിൽക്കുന്നതിനാൽ കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്താനാവില്ല. കഴിഞ്ഞയിടെ കരിങ്കൽ കെട്ട് കെട്ടിടത്തിന്റെ പുറകിൽ ഇടിഞ്ഞു വീണിരുന്നു. കെട്ടിടത്തിന്റെ ബാക്കി ഭാഗങ്ങൾ ഇടിഞ്ഞ അവസ്ഥയിൽ അപകട സാധ്യത നിലനിൽക്കുകയാണ്. ശബരിമല സീസണിൽ ദിവസവും 100-ലേറെ സ്പെഷ്യൽ സർവീസുകൾ നടത്തുന്ന സെന്ററാണിത്. ബസ്സുകളുടെ പാർക്കിംഗിന് സമീപത്തെ സ്വകാര്യ മൈതാനം വാടകയ്ക്ക് പഞ്ചായത്ത് എടുത്തിട്ടുണ്ട്. ഇത്തവണ സീസണിൽ ഓപ്പറേറ്റിംഗ് സെന്റർ പ്രവർത്തനം നിലയ്ക്കുമെന്ന ആശങ്ക ശക്തമായിരുന്നു. ദേവസ്വം ബോർഡിന്റെ മുറികൾ കിട്ടുന്നതോടെ പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്ന് MLA പറഞ്ഞു. എന്നാൽ സെന്റർ മറ്റ് ഡിപ്പോകളിൽ എവിടെയെങ്കിലും മാറ്റണമെന്നാണ് KSRTC പൊൻകുന്നം ATA കോർപ്പറേഷൻ അധികൃതർക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇതിനെതിരെ INTUC വിഭാഗം ജീവനക്കാർ കഴിഞ്ഞ ദിവസം പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, എരുമേലി. ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് സുവർണ ജൂബിലി ഹാളിൽ നടന്ന പരിപാടി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ ഇടുക്കിയുടെയും ഇടുക്കി കഞ്ഞിക്കുഴി കുടുംബശ്രീ CDS കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മമാണ് കഞ്ഞിക്കുഴിയിൽ നടന്നത്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് സുവർണ ജൂബിലി ഹാളിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ വയലിൽ അധ്യക്ഷത വഹിച്ചു. യോഗം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു.
അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷം തന്നെയാണ്. CDSന് സ്വന്തമായിട്ട് 50 ലക്ഷം രൂപ മുതൽ മുടക്കി 47 ലക്ഷം രൂപ കെട്ടിട നിർമ്മാണത്തിനും 3 ലക്ഷം രൂപ അനുബന്ധ സൗകര്യങ്ങൾ രൂപപ്പെടുത്തുന്നതിനുമായി കഞ്ഞിക്കുഴിയിൽ ഒരു കെട്ടിട നിർമ്മാണം ആരംഭിക്കുന്നു എന്നുള്ളത് സംസ്ഥാനത്ത് തന്നെ സ്വന്തമായി CDSന് ഒരു കെട്ടിടം പൂർത്തീകരിക്കാൻ കഴിയുന്ന ചുരുക്ക പഞ്ചായത്തിലൊന്നായിരിക്കും കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജചന്ദ്രൻ നീർനാക്കുന്നിൽ മുഖ്യപ്രഭാഷണം നടത്തി. ആശംസ അറിയിച്ച് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ, CDS ചെയർപേഴ്സൺ ബിന്ദു സലീംകുമാർ, ഇടുക്കി ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷ മോഹനൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അതുല്യ വി കുമാർ, പുഷ്പ തോമസ് എന്നിവർ സംസാരിച്ചു. മെമ്പർ സെക്രട്ടറി അനിൽജിത്ത് KA കൃതജ്ഞതയും അർപ്പിച്ചു. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പ്രമുഖരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പാലാ നഗരസഭയുടെ 2020-25 കാലയളവിലെ മുഴുവൻ കൗൺസിൽ യോഗങ്ങളിലും കൃത്യമായി പങ്കെടുത്ത ഏക കൗൺസിലർ എന്ന ബഹുമതി അരുണാപുരം 22ാം വാർഡ് കൗൺസിലറും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സാവിയോ കാവുകാട്ടിന് ലഭിച്ചു. നഗരസഭയിൽ 26 കൗൺസിലർമാരാണുള്ളത്. ഇതിൽ മുഴുവൻ കൗൺസിൽ യോഗങ്ങളിലും കൃത്യമായി പങ്കെടുത്തത് ഇദ്ദേഹം മാത്രമാണ്. ഇന്ന് നടന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിൽ വെച്ച് പ്രത്യേക ആദരവും പ്രശസ്തിപത്രവും ചെയർമാൻ തോമസ് പീറ്റർ നൽകുകയുണ്ടായി. ഈ കാലയളവിൽ നടന്ന 176 കൗൺസിൽ യോഗങ്ങളിൽ മുഴുവൻ കൃത്യമായി പങ്കെടുത്ത സാവിയോ കാവുകാട്ട് നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളിൽ പ്രത്യേക പങ്കുവഹിച്ചിട്ടുണ്ട്. വാർഡിലെ മുഴുവൻ വർക്കുകളും കൃത്യമായി ചെയ്തു തീർക്കുകയും വാർഡിൽ കുടിവെള്ള പദ്ധതി, ഹെൽത്ത് സെൻറ്റർ, സ്മാർട്ട് അംഗൻവാടി തുടങ്ങിയവ സ്ഥാപിക്കുകയും നഗരസഭയിൽ AC കോൺഫറൻസ് ഹാൾ നിർമ്മാണം, നഗര സൗന്ദര്യവൽക്കരണം, വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ പുനരാരംഭിക്കൽ, ടൗൺ ബസ് സ്റ്റാൻഡ് വെയിറ്റിംഗ് ഷെഡ് നവീകരണം, അടഞ്ഞുകിടന്നിരുന്ന കടമുറികളും കോംപ്ലക്സുകളും ലേലം ചെയ്തു നൽകൽ തുടങ്ങി നഗരസഭയിലെ പ്രധാന പ്രവർത്തനങ്ങളിലെല്ലാം മുൻകൈയെടുത്ത് ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ഭരണസമിതി 2020 ചാർജ് എടുക്കുന്ന സമയത്ത് കോവിഡിൻ്റെ സമയം ആയിരുന്നു. കോവിഡിൻ്റെ സമയത്ത് ആദ്യം ഓൺലൈൻ മീറ്റിങ്ങുകളായിരുന്നു നടന്നിരുന്നത്. അപ്പോൾ ഓൺലൈനിലാണ് ഞങ്ങൾ ആദ്യം അറ്റൻഡൻസൊക്കെ വെച്ചിരുന്നത്. അതിനുശേഷം പിന്നീട് വന്ന കൗൺസിലുകളെല്ലാം കൃത്യമായിട്ട് പങ്കെടുക്കുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. കൃത്യമായി എല്ലാം ജോലി ചെയ്യുക, കൃത്യമായിട്ട് ജോലി ചെയ്യണം എന്ന നിർബന്ധമുണ്ടായി. ആ നിർബന്ധമനുസരിച്ച് കൃത്യമായി കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കുകയും കൗൺസിൽ ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും കൃത്യമായി പങ്കെടുത്തിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും ഫുൾ അറ്റൻഡൻസാണ്. മുഴുവൻ ഹാജരും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും നിലവിലുണ്ട്. അതുപോലെ പദ്ധതി നിർവഹണ കാര്യത്തിൽ വാർഡുകളിലെ മുഴുവൻ വർക്കുകളും കൃത്യമായി ചെയ്തു തീർത്തിട്ടുണ്ട്. ഒരു ചെറിയ വർക്കുകൾ പോലും ഇല്ലാതെ ഈ വർഷത്തെ വർക്കുകൾ തന്നെ ഒരുപക്ഷേ എനിക്ക് തോന്നുന്നു ഈ 26 കൗൺസിലർമാരിൽ ഈ വർഷത്തെ വർക്ക് ഒരെണ്ണമെങ്കിലും ചെയ്ത് ഞാനായിരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിചാരം. ഈ വർഷത്തെ വർക്ക് ഞാൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ പദ്ധതിയുടെ കാലഘട്ടത്തിലെ വർക്ക് വരെ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അതിനുശേഷം ബൃഹത് പദ്ധതികൾ എന്ന നിലയിൽ കുടിവെള്ള പദ്ധതി, ഹെൽത്ത് സെൻറ്റർ, സ്മാർട്ട് അംഗൻവാടി എന്നിവ എൻ്റെ വാർഡിൽ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ 5 വർഷത്തെ കാലഘട്ടത്തിൽ. ചേലച്ചുവട് വണ്ണപ്പുറം റോഡിൻ്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ നടന്ന പരിപാടി പൊതുമരാമത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. ഹൈറേഞ്ച് ജനതയുടെ ചിരകാലാഭിലാഷമായ ചേലച്ചുവട് വണ്ണപ്പുറം റോഡ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 52 കോടി രൂപ ചെലവഴിച്ചാണ് 27 കിലോമീറ്റർ ദൂരം വരുന്ന റോഡ് നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തത്. കഞ്ഞിക്കുഴി ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ നടന്ന പരിപാടിയിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും വലിയ ഒരു റോഡ് വികസന പദ്ധതിക്കാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. തൊടുപുഴയിൽ നിന്നും അടിമാലി കട്ടപ്പന ഭാഗത്തേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരുവാൻ പറ്റുന്ന ഒരു റോഡ് വികസന പദ്ധതിയാണ് വണ്ണപ്പുറം ചേലച്ചൂട് റോഡ് നവീകരണ പദ്ധതി. ഈ റോഡിന്റെ 26.76 കിലോമീറ്റർ ദൂരം നവീകരിക്കുന്ന പദ്ധതിയാണ് ഇന്ന് ആരംഭിക്കുന്നത്. വണ്ണപ്പുറം ചേലച്ചൂട് റോഡിന്റെ 3, 4 റീച്ചുകളുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചതായി സന്തോഷത്തോടെ അറിയിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജചന്ദ്രൻ നീർനാക്കുന്നിൽ മുഖ്യപ്രഭാഷണം നടത്തി. കിഫ്ബി പ്രോജക്ട് ഡയറക്ടർ അശോക് കുമാർ M റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആശംസ അറിയിച്ച് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബക്കച്ചൻ വയലിൽ, വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ഉഷ മോഹനൻ, സാന്ദ്രാമോൾ ജിന്നി, കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അതുല്യ വി കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും പരിപാടിയിൽ പങ്കെടുത്തു.
ദൃശ്യ ന്യൂസ് ഇടുക്കി. ഡോക്ടർ BR അംബേദ്കറുടെയും അക്കാമ ചെറിയാൻ്റെയും പൂർണ്ണകായ പ്രതിമ കാഞ്ഞിരപ്പള്ളിയിൽ അനാച്ഛാദനം ചെയ്തു. കാഞ്ഞിരപ്പള്ളിയിൽ സ്ഥാപിച്ച പ്രതിമകളുടെ അനാച്ഛാദനം ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് MLA നിർവഹിച്ചു. ഡോക്ടർ BR അംബേദ്കറുടെ പൂർണ്ണകായ പ്രതിമ ഇവിടെ അനാച്ഛാദനം ചെയ്യപ്പെടുകയാണ്. ശ്രീ ജോസഫ് ശ്രീ തോമസ്. കാഞ്ഞിരപ്പള്ളിയുടെ മണ്ണിൽ ഒരു സ്മാരകം ഉയർത്തിയതിലൂടെ കാഞ്ഞിരപ്പള്ളിക്കാരുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ചതായി ഡോക്ടർ N. ജയരാജ് MLA അഭിപ്രായപ്പെട്ടു. വളരെ വ്യത്യസ്തമായ രണ്ട് പ്രവർത്തനത്തിൻ്റെ മേഖലകളിൽ പ്രവർത്തിച്ച രണ്ടാളുകൾ, അവരുടെ പൂർണ്ണകായ പ്രതിമ ഇന്നീ മന്ദിരത്തിൻ്റെ മുറ്റത്ത് സ്ഥാപിക്കുമ്പോൾ അതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ഡോക്ടർ BR അംബേദ്കർ ഒരുപക്ഷെ ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ടാത്ത, പരിചയപ്പെടുത്തലുകൾക്ക് അപ്പുറത്തെ ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സിൽ കാലങ്ങളായി നമ്മൾ ചേർത്ത് പിടിക്കുന്ന ഒരു പേരാണ് ഡോക്ടർ BR അംബേദ്കറുടേത്. മധ്യപ്രദേശിൽ ജനിച്ച് പിന്നീട് തൻ്റെ വിദ്യാഭ്യാസം വിദേശ സർവകലാശാലകളിലൂടെ വിദ്യാഭ്യാസം നേടി ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രിയായി, പിന്നീട് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി, ഭരണഘടനയുടെ ശില്പിയായി, ഏതുകാലത്തും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിൻ്റെ അടിസ്ഥാന വർഗത്തിൻ്റെ മോചനത്തിന് വേണ്ടിയുള്ള നിരന്തരമായ പോരാട്ടത്തിൻ്റെ വഴികളിൽ തൻ്റേതായ വഴി വെട്ടിത്തുറച്ചുകൊണ്ട് ഇന്ന് ഓരോ ഭാരതീയനും അഭിമാനത്തോടെ പറയുന്ന കേരളത്തിൻ്റെ നിയമസഭ ഉൾപ്പെടെ അതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതിമയും ഡോക്ടർ BR അംബേദ്കറുടെയാണ്. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA ഇരുവരുടെയും ചരിത്രാവതരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം നടത്തിയത്. സമ്മേളനത്തിന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR തങ്കപ്പൻ, വൈസ് പ്രസിഡന്റ് ജോളി മടുക്കക്കുഴി, സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ ജയശ്രീ ഗോപിദാസ്, TJ മോഹനൻ, ഷക്കീല നസീർ, TS കൃഷ്ണകുമാർ, അഡ്വക്കേറ്റ് സാജൻ കുന്നത്ത്, PK പ്രദീപ്, രത്നമ്മ രവീന്ദ്രൻ, അനു ഷിജു, ഡാനി ജോസ്, റിജോ വാളാന്തറ, ബിജു ചക്കാല, മഞ്ജു മാത്യു, സെക്രട്ടറി സജീഷ് S, KT തോമസ്, കരിപ്പാപ്പറമ്പിൽ, IDF സംസ്ഥാന പ്രസിഡന്റ് ഷൺമുഖം എന്നിവർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.